എല്ലാവർക്കും ഡീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഒരു 10 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തക്കാളി കറിയുടെയും ചെമ്മീൻ ഫ്രൈയുടെയും റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ ഞാൻ ആദ്യം തന്നെ കറിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ അതിലേക്ക് ഒരു പകുതി സവാള ചെറുതായി മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായി ഇളക്കി കൊടുത്താൽ മതി. അധികം വഴന്നു വരുമൊന്നും വേണ്ട. ചെറുതായി ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു 3 തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ തക്കാളി കൊണ്ടാണ് ഇന്ന് കറി വെക്കുന്നത്. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്കിനി മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതെല്ലാം ഇട്ട് കൊടുക്കുക ആവശ്യത്തിന്. ഇനി നമ്മൾ ഇതിലേക്ക് അരമുറി തേങ്ങ, ഒരു നുള്ളി ജീരകവും കൂടി ഇട്ട് നല്ലതുപോലെ അരച്ചെടുത്തതാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതും കൂടി ചെയ്തെടുക്കാം. അരച്ചെടുക്കുമ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരു നുള്ളി ജീരകവും കൂടിയാണ് ഇട്ട് അരച്ചെടുത്തിട്ടുള്ളത്. ഇത് പാകത്തിന് ലൂസാക്കിയെടുത്ത് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഈ കറി അധികം ലൂസാവാതെ നോക്കണം. കുറച്ച് കട്ടിയിലാണ് വേണ്ടത്. അപ്പോൾ അതങ്ങനെ നമ്മൾ ലൂസാക്കിയെടുത്താൽ മതി. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. കറിയെല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കണം. വറുത്തിട്ട് കൊടുക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ചെമ്മീനെല്ലാം. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇച്ചെടുക്കൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. ഇനിയിപ്പോൾ ഇതാ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുത്ത് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ ചെമ്മീൻ ഫ്രൈ ചെയ്തതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാ ഈ കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചെമ്മീൻ വെച്ച് കൊടുത്ത് ഒരു ഭാഗമായാൽ മറ്റേ ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചെമ്മീൻ ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ.